മൃതദേഹങ്ങൾ വെള്ളാർമല ഭാഗത്തു നിന്ന് മാത്രം 9ാമത്തെ മൃതദേഹമാണ് ഈ പിഞ്ചു കുഞ്ഞിന്റേത്. മനസ്സ് മരവിച്ചു പോകുന്ന കാഴ്ച. സാനിയോ, വളരെ സുരക്ഷിതമായി നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഈ ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണോ നമ്മളിപ്പോൾ കാണുന്നത്? ഇപ്പോൾ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ വെള്ളാർമല സ്കൂളിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞാൻ ഈ തരുന്നത്. അതായത് ഈ ഭാഗത്ത് പുഴ വഴിമാറി ഒഴുകിയ സ്ഥലത്ത് NDRF സംഘം താൽക്കാലികമായി വടം കെട്ടിയിരുന്നു. ആ വടത്തിൽ സൈഡിൽ കൂടെയാണ് ഈ ആളുകളെ രക്ഷാപ്രവർത്തനവും അതുപോലെ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ആ സ്ഥലത്തു കൂടിയാണ് 8 മൃതദേഹങ്ങൾ ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ വിവിധ ദൃശ്യങ്ങളിൽ കൊണ്ടുവന്നു. അതിന്റെ പ്രവർത്തനം തന്നെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നു. 9 മൃതദേഹങ്ങൾ അങ്ങനെയാകുമ്പോൾ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിദാരുണമായ ദുരന്തമെന്നല്ലാതെ ഇതിനെക്കുറിച്ച് വേറൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അതേസമയം രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം നന്നായി നടക്കുമ്പോഴും നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഇനി എത്ര പേർ ഇങ്ങനെ ഈ ഓരോ കെട്ടിടത്തിനുള്ളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്? നമ്മൾ നിൽക്കുന്നിടത്ത് സാനിയോ നിൽക്കുന്നത് വെള്ളാർമല പ്രദേശത്താണോ? സ്കൂളിന് സമീപത്താണോ? വെള്ളാർമല സ്കൂളിന് തൊട്ട് മുൻപിലാണ് അരുൺ ഞാൻ നിൽക്കുന്നത്. ഇവിടെയുള്ള ഒരു താൽക്കാലിക പാലമാണ് ഒഴുകിപ്പോയത്. സ്കൂളിന്റെ വശങ്ങളിലൊക്കെ തകരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിരവധി വീടുകൾ ഇവിടെ തന്നെയുണ്ട്. സനിൽ, അതൊരു വീടാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതൊരു വീടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് മാത്രമേ കാണാനുള്ളൂ എന്ന സാഹചര്യമാണ്. ആ വീട്ടുകാരൊക്കെ എവിടെ പോയി എന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നിമിഷം കൂടി. വെള്ളാർമലയിൽ നിന്ന് ഇപ്പോൾ സാനിയോ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 9 മൃതദേഹങ്ങൾ ആ ഭാഗത്തു നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചാലിയാർ പുഴയിൽ നേരത്തെ നാസർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ 10ഓളം ശരീരങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്.